നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വിതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം 17-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു. ഓം സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ ഏവം വിരാജം പ്രതപം സ്തപത്യന്തർബഹി പുമാൻ. ഈ ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള സൂര്യനാരായണ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഈ ഭുവനമണ്ഡലത്തെ, അതല്ലെങ്കിൽ തൻ്റെ ഈ ബ്രഹ്മാണ്ടത്തെ, അതിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള സകല പദാർത്ഥങ്ങളും ഒരേപോലെ പ്രകാശിപ്പിക്കുക എന്ന ആ ഒരു ദൗത്യത്തെ വളരെ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത്. എങ്കിലും അത് വലിയൊരു ദൗത്യമാണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പോലെ ഈ സൂര്യൻ എപ്രകാരത്തിലാണോ എല്ലാവരെയും പകൽ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നത്, നമുക്ക് പകൽ സമയത്ത് നമ്മളെ കാണിക്കുന്നത്, നമുക്ക് അനുഭവേദ്യമാകുന്നത്, ഭഗവാൻ സൂര്യൻ നമുക്ക് എന്തെല്ലാം തരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. സാമാന്യനെ നമ്മൾ പറയുമ്പോൾ പ്രകാശവും ചൂടും ഊർജവും തരുന്നു എന്നാണ് പറയുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളതൊക്കെ സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ്. സൂര്യൻ കൊടുത്താലേ ഈ സസ്യജാലങ്ങൾക്ക് അന്നജത്തെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സൂര്യൻ മുകളിലേക്ക് വെള്ളത്തെ ആഗിരണം ചെയ്ത് അത് മേഘമായിട്ട് വീണ്ടും മഴയായിട്ട് വരുമ്പോഴേ നമുക്ക് എല്ലാ ദിക്കിലേക്കും വെള്ളം എത്തുകയുള്ളൂ. ശുദ്ധീകരണം നടത്തിയിട്ട് എത്തുള്ളൂ. ജലം ശുദ്ധീകരിച്ചിട്ട് വേണ്ടേ കിട്ടാൻ. അപ്പോൾ നല്ലൊരു പ്യൂരിഫയർ. അങ്ങനെ ജീവജാലങ്ങളെ മുകളിലേക്കും ആകാശത്തേക്കും തുടർന്ന് ഭൂമിയിലേക്കും അല്ലെങ്കിൽ മറ്റ് ഏത് ലോകത്തിലേക്കാണോ വേണ്ടത് അവിടേക്കും ഈ സൂര്യനാണ് എത്തിക്കുന്നത് എന്ന് പുരാണം പറയണു. അപ്പം ഇങ്ങനെ ഓരോന്നും ഭഗവാൻ സൂര്യൻ്റെ ഈ നമ്മളെ രക്ഷിക്കുക, കാവൽക്കാരനായിട്ട് എല്ലാം നിരീക്ഷിക്കുക, എല്ലാം നിയന്ത്രിക്കുക, അതാ വേണ്ട രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുക്തിയിലേക്ക് എത്താനും സാധിക്കും. ഈ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സാധിക്കും. സൂര്യോപാസനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ സൂര്യനിൽ നിന്നും എന്തൊക്കെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അത് മുഴുവൻ നാരായണനായിട്ടുള്ള ഈ ഭഗവാൻ തന്നെയാണ് നമുക്ക് തരുന്നത്. അത് രണ്ടല്ല, രണ്ടും ഒന്നാണ്. ഇവിടെ ഉപമ പോലെയാണ് പറഞ്ഞത്. സൂര്യൻ എങ്ങനെയാണോ ബ്രഹ്മാണ്ടത്തെ രക്ഷിക്കുന്നത് അതേപോലെ കാവലാളായിട്ട് ഈ വിശ്വപുരുഷൻ ഈ ബ്രഹ്മാണ്ടത്തെ കാത്തുരക്ഷിക്കുന്നു. ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലുള്ളതിനെയും പുറത്തുള്ളതിനെയും കാത്തുരക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ വിരാട് പുരുഷൻ തൻ്റെ ഈ ശരീരത്തെ, താൻ തന്നെ തൻ്റെ ശരീരത്തെ രക്ഷിക്കുന്നു എന്ന് സാരം. ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തും സകലത്തിനെയും പ്രകാശിപ്പിക്കുക, രക്ഷിക്കുക എന്നത് ചെയ്യുന്നു. സ്വധിഷ്ണ്യം, നന്നായിട്ട് തന്നെ അത് ബുദ്ധിയോട് കൂടിയിട്ട്, ധീ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിയാണ്. അത് വിവേകത്തോടു കൂടിയിട്ട്, വിശകലനത്തോടു കൂടിയിട്ട്, വേണ്ടത് വേണ്ടത്ര കൂട്ടാൻ ഉപ്പിടുന്ന പോലെ. അപ്പോൾ അത് വൈദ്യർ കഷായം മാത്രം നിശ്ചയിച്ച് രോഗിക്ക് കൊടുക്കുന്നത് പോലെ എല്ലാവർക്കും ഒരേ അളവിലല്ല കഷായം കൊടുക്കുക. ആ പ്രായത്തിനനുസരിച്ച്, രോഗത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് കോഴ്സുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വധിഷ്ണ്യം പ്രതപൻ, അത് നന്നായിട്ട് തന്നെ കൊടുത്തുകൊണ്ട് പ്രാണഹ ബഹിഹി ച പ്രതപതി അസൗ, അതേപോലെ ഏവം വിരാജം, ഇങ്ങനെ വിരാട്ട് ആയിരിക്കുന്ന ഈ ഭഗവാൻ സ്വയം തന്നെ പ്രതപൻ തപതി അന്തർബഹി പുമാൻ. അത് തപതി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് മുഴുവൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം ഇങ്ങനെ സദാസമയം ഇത് സൂര്യൻ്റേതായിട്ടുള്ള ഒരു, ഇപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്ന് രശ്മികളിലൂടെയാണ് ഇത് മുഴുവൻ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സൂര്യൻ്റെ ഈ ഒരു പ്രസരണ ശക്തി എന്ന് വെച്ചാൽ പറയാം സ്വധിഷ്ണ്യം. ഒരു നട്ടുച്ചയ്ക്ക് സൂര്യന് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് വ്യത്യാസമുണ്ട്. രാവിലെ കിട്ടുന്നതും സന്ധ്യയ്ക്ക് കിട്ടുന്നതും വ്യത്യാസമുണ്ട്. നമുക്കേ വ്യത്യാസമുള്ളൂ, സൂര്യനിൽ നിന്നും വരുന്നതിന് വ്യത്യാസമില്ല. അപ്പം അതുകൊണ്ടാണ് സ്വധിഷ്ണ്യം. അപ്പോൾ വെറുതെ ഒരു പ്രസരണം എന്ന് പറയാൻ പറ്റില്ല. അത് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഭൂമി കറങ്ങുകൊണ്ട് ആ വ്യത്യാസം തന്നെയാണ്. പക്ഷെ അത് ഭഗവാനെ സംബന്ധിച്ച് ഇത് ഇന്ന രീതിയിലാണ് ഇന്ന സമയത്ത് ഇന്ന ആളുകൾക്ക് കിട്ടേണ്ടത്.
എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് അത് വിന്യാസം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടാതെ കണ്ട് എല്ലാ ഗോളങ്ങളും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതെ കണ്ട് ഒരു സ്ഥലത്ത് നിശ്ചിത സ്ഥലത്ത് നിന്ന് താഴെ വീഴാതെ കണ്ട്, അപ്പോൾ ഇതിന് എന്തോ ഒരു കാന്തിക വലയുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങളെ വിടുമ്പോൾ ആ കൃത്യമായിട്ടുള്ള ഒരു ഭ്രമണ പഥത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് അവിടെ ഒരു പഥം ഉണ്ടായതുകൊണ്ടാണ്. അവിടെ ഒരു റോഡ്, അത് നമ്മൾ വിട്ടതല്ല, ആ റോഡ് നമ്മൾ വെട്ടിയതല്ല. ആ പഥത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു നമ്മുടെ ഉപഗ്രഹങ്ങളെ. അവിടെ അത് നിശ്ചിത രൂപത്തിൽ തന്നെ ഇന്ന രീതിയിൽ സഞ്ചരിക്കണം എന്നുള്ളത് നമ്മളല്ല നിശ്ചയിക്കുന്നത്. അവിടെ കണ്ട ഈ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ അത് നിശ്ചയിച്ചത് ഭഗവാനാണ്. അതിനെ ആ വഴിയെ നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കുണ്ടോ ചോദിച്ചാൽ അറിയില്ല. നമുക്ക് മുകളിലേക്ക് കയറ്റിവിടാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ ഭ്രമണപഥം ഇങ്ങനെയാണ് എന്നുള്ളത് അത്രത്തോളം പറ്റുമോ എന്നുള്ളത് അറിയില്ല. അതൊരു വിഷയവും. ഭ്രമണപഥം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ റോഡ് അവിടെ നിലവിലുണ്ട്. ആ നിലവിലുള്ള റോട്ടിൽ കൂടെ നമുക്ക് വാഹനത്തെ നിയന്ത്രിച്ച് ഓടിക്കാൻ പറ്റുള്ളൂ. ആ പോലെ തന്നെയാവും ഈ ഭ്രമണപഥം എന്നുള്ളത് അവിടെ ഉണ്ട്. ആ പഥത്തിലേക്ക് നമ്മുടെ ഉപഗ്രഹങ്ങളെ അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ ഇത് ഈ സ്വധിഷ്ണ്യം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളൂ. അവിടെ ഏതെങ്കിലും തരത്തിൽ ആ പഥത്തിലേക്ക് നമ്മൾ വിട്ടു, പഥത്തിലെത്തുകയും ചെയ്തു. പക്ഷേ ആ പഥത്തിന് എന്തെങ്കിലും ഭഗവത് ഇച്ഛ ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പഥത്തിൽ നിന്ന് എന്തെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വിട്ട ഉപഗ്രഹം താഴെ പതിക്കും. അത് സ്വീകരിച്ചു എങ്കിൽ മാത്രമേ, അവിടെ ഒബ്ജക്ഷനൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ഈ നമ്മൾ 100% പ്രശ്നമൊന്നുമില്ല. ഈ ഉപഗ്രഹത്തിന് അതിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആ പഥം അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഭഗവാന്റെ ഇച്ഛ അവിടെ ഇല്ലെങ്കിൽ അത് അങ്ങനെ സഞ്ചരിക്കില്ല. അതാണ്. അതുകൊണ്ടാണ് സ്വധിഷ്ണ്യം എന്നുള്ള വാക്ക് ഇവിടെ കൊടുക്കാനുള്ള കാരണം. അങ്ങനെ പ്രതപൻ, ഇതിങ്ങനെ എല്ലാ ദിക്കിലേക്കും എത്തിക്കുക. തപൻ പ്രതപൻ. തപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കുക എന്നാണ് അർത്ഥം, തപിപ്പിക്കുക. അപ്പോൾ പ്രതപൻ പതിപ്പിക്കുക, തപിപ്പിക്കുക, ചൂടാക്കുക. അത് പ്രകർഷേണ തപിപ്പിക്കുക. അങ്ങനെ തപിപ്പിക്കുമ്പോൾ പ്രാണഹ, പ്രാണൻ ഓരോ, അതായത് ഇപ്പോൾ ഓരോന്നിലും ഉണ്ടല്ലോ പ്രാണൻ പ്രത്യേകം ഉണ്ട്. ടോട്ടലായിട്ടാണ് പ്രാണൻ എന്ന് പറയാം. 10നെയും കൂടിയിട്ട് ടോട്ടലായിട്ടാണ് പറയാം. അപ്പോൾ ആ പ്രാണൻ അത് ഉള്ളിലും ആ ചൈതന്യമാണത്, ഊർജമാണത്. അതാണ് ഊർജം. ആ ഊർജം ബഹിഹി ച പ്രതപതി അസൗ, പുറത്തും ഇതേപോലെ തന്നെ തപിപ്പിക്കുന്നു. അത് സംവേദനം കൊടുക്കപ്പെടുന്നു. അങ്ങനെ അസൗ, ഇതിലേക്ക് ഏവം വിരാജം, ഇങ്ങനെയാണ് ഈ വിരാട് പുരുഷൻ എന്ന് സാരം. സൂര്യൻ എപ്രകാരത്തിലാണോ ഇങ്ങനെ തൻ്റെ ഈ ഊർജത്തെ മുഴുവൻ സ്വേച്ഛയാ കൊടുക്കുന്നത്, തപിപ്പിക്കുന്നത്, സംവേദനം ചെയ്യപ്പെടുന്നത്, പ്രസരണം ചെയ്യപ്പെടുന്നത്, ഇത് മുഴുവൻ അവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഫലം ഈ പ്രാണ ഊർജം ആണ്. ആ പ്രാണ ഊർജം പുറത്തും ഉള്ളിലും ഒരേപോലെ തപിപ്പിക്കുന്നു. അസൗ, ഈ ഭഗവാൻ, ഈ സൂര്യനാരായണൻ. അപ്പോൾ നമ്മളിവിടെ ഉപമയായിട്ടാണ് പറഞ്ഞതെങ്കിലും രണ്ടും ഒന്നായിട്ട് കണക്കാക്കിയാലേ നേരെയുള്ളൂ. സൂര്യനാരായണൻ തന്നെയാണ്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും ഈ സൗരയൂഥം. അപ്പോൾ ആ സൂര്യൻ തന്നെയാണ്, സൂര്യനിൽ നിന്നാണ് എന്നർത്ഥം. അപ്പം അങ്ങനെ ഈ വിരാട്ടിനെ പ്രതപൻ നന്നായിട്ട് തപിപ്പിച്ചുകൊണ്ട് തപതി, പ്രതപൻ തപതി അന്തർബഹി പുമാൻ. പ്രതപൻ നന്നായിട്ട് തന്നെ തപിപ്പിച്ചുകൊണ്ട്, ചൈതന്യം കൊടുത്തുകൊണ്ട്, ചൈതന്യത്തെ, തേജ ചൈതന്യത്തെ, പ്രാണ ചൈതന്യത്തെ കൊടുത്തുകൊണ്ട് തപിപ്പിക്കുക തന്നെ ചെയ്യുന്നു. അവിടെ വിഷമിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, ജീവിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, ഇങ്ങനൊരർത്ഥമാണ്. അങ്ങനെ അത് പുറത്തും അകത്തും, ബഹി പുറത്ത്, ഉള്ളിൽ, അന്തർബഹി അകത്തും പുറത്തും ഒരേപോലെ ഭഗവാൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണഃ ബഹിശ്ച പ്രതപത്യസൗ ഏവം വിരാജം പ്രതപൻ തപത്യന്തർബഹി പുമാൻ. ഇനി 18ാമത്തെ ശ്ലോകം.
സോമൃതസ്യ അഭയസ്യേഷോ മർത്യമന്നം യദത്യഗാത് മഹിമൈഷ തതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയ. അടുത്തത്, ഈ മഹാപുരുഷൻ തന്നെ ഒരു പേടിയും ഇല്ലാത്ത രീതിയിൽ, മഹാപുരുഷന് പേടിയില്ല. മഹാപുരുഷന്റെ പേടിയല്ല, നമ്മുടെ ഭയം. അവിടെ തൻ്റെ സ്വന്തം ആനന്ദത്തെ മുഴുവൻ ഭഗവാൻ സ്വയമേവ എടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഭയശങ്കയില്ലാതെ എന്ന് പറയാനുള്ള കാരണം. വിരാട് പുരുഷനായിട്ടുള്ള ഈ ഭഗവാൻ ശിക്ഷിക്കുക, നന്നായിട്ട് ശിക്ഷിക്കും ചെറുപ്പഴേ. അപ്പോൾ അതിനും പേടിയൊന്നുമില്ല. നരസിംഹമായിട്ട് വരുമ്പോൾ ഭഗവാന് നരസിംഹത്തിന് പേടിയുണ്ടാവുമോ? പക്ഷേ ഒരു സിംഹം ഒരു നായാട്ടുകാരനെ നേരിടുമ്പോൾ സിംഹം ഭയന്നുകൊണ്ടാണ് നായാട്ടുകാരനെ നേരിടാറ്. നായാട്ടുകാരൻ സിംഹത്തെ ഭയന്നുകൊണ്ടാണ് അതിനെ നേരിടാറ്. പക്ഷേ ഭഗവാൻ നമ്മെ ഭയന്നുകൊണ്ടല്ല എന്ന് പറയാനാണ്. വ്യത്യാസം വേഗം മനസ്സിലാവും. ഒരു രാജാവും ഒരു സിംഹവും കൂടിയിട്ട് ഏറ്റുമുട്ടുമ്പോൾ സിംഹത്തിന് തൻ്റെ ജീവൻ നഷ്ടമാകുമോ എന്ന്, ഈ രാജാവിൽ നിന്ന് മരണം സംഭവിക്കുമോ എന്ന ഭയം, രാജാവിന് സിംഹത്തിൽ നിന്നും മരണം സംഭവിക്കുമോ എന്ന രാജാവിൻ്റെ ഭയം. അതുപോലെയല്ല ഭഗവാൻ ഒരു ഭയവും ഇല്ലാതെ കണ്ടാണ് ഈ ശിക്ഷാവിധികളെയും നടപ്പാക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല ഭക്തന്മാർ വളരെയധികം ദുഃഖിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ച പ്രശ്നമേ അല്ല. ഹരിശ്ചന്ദ്രനെ വിശ്വാമിത്രൻ പരീക്ഷിച്ചപ്പോൾ, ദുർവാസാവ് അംബരീഷിനെ പരീക്ഷിച്ചപ്പോൾ ഭഗവാന് യാതൊരു കുലുക്കോലേ. സുധാമാവിനെ ഇത്രയും കാലം കഷ്ടത അനുഭവിപ്പിച്ചപ്പോൾ ഒരു വിഷമവുമില്ല. അതാ രസം. ഭഗവാൻ അറിയാം തൻ്റെ കാലശേഷം ഈ അർജുനൻ തൻ്റെ പത്നിമാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും, കൂട്ടിയാൽ പറ്റില്ല. അത് കന്നുകാലി ചെക്കന്മാർ കൊണ്ടുപോയിട്ട് അനുഭവിക്കും. ഭഗവാനൊരു വിഷയമില്ല. 16,008 പേരെയും ഒരേപോലെ ഭഗവാൻ കണ്ടു. അവർക്ക് ഭഗവാനെ കിട്ടുകയും ചെയ്തു. എന്നിട്ടും അവർക്ക് ഭഗവാനെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും അവിടെ വാക്ക് അതാണ്, ഭഗവാനെ ഏതെങ്കിലും തരത്തിൽ നിന്ന് വികാര വിക്ഷോഭം ചെയ്യാനുള്ള കഴിവ് ഈ ഒരു സ്ത്രീക്കും ഉണ്ടായില്ല. അതിൽ രുക്മിണിയും പെടും, സത്യഭാമയും പെടും, തുളസിയും പെടും. അപ്പോൾ അതൊരു അത്ഭുതമാണ്. അപ്പോൾ ഭഗവാൻ നിർവികാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭഗവാന്റേതായിട്ടുള്ള ഈ ഭയമില്ലായ്മ, 2 എന്നുള്ള തോന്നലില്ലായ്മ, അതൊക്കെയാണ്. അപ്പം അത് തൻ്റെ സ്വയമേവ ഒരു സച്ചിദാനന്ദ ഭാവമുണ്ട് ഭഗവാന്. അത് ഭഗവാൻ സ്വയമേവ സ്വീകരിക്കുന്നു. അത് എപ്പോഴും ആ ഭാവത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. സ്ഥിരപ്രജ്ഞ. ഇത് സ്ഥിരപ്രജ്ഞനാണ്. അപ്പോൾ നമ്മളും സ്വതവേ നമുക്ക് അങ്ങനെ ഒരു ഭാവം ഉണ്ട്. അത്രേ, ഒട്ടും പേടിക്കണ്ട. നമുക്ക് കൂട്ടിയാൽ പറ്റില്ല. കാരണം എന്താ, അടുത്ത മണിക്കൂറിൽ ഇഡ്ഡലി കിട്ടിയില്ല വെച്ചാൽ നമ്മൾ കുഴപ്പമായി. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. അത് വേണ്ടത് വേണ്ട സമയത്ത് കിട്ടിയില്ല വെച്ചാൽ നമ്മൾ ആകെ പ്രശ്നമാണ്. ഭഗവാന് ഒന്നും കിട്ടാനില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും സമ്പാദിക്കാനുമില്ല, ഒന്നും കൂട്ടി വയ്ക്കാനുമില്ല. ഒക്കെ ഭഗവാനുണ്ട്. ആ വ്യത്യാസം, അതാണ് ഭഗവത്വം. അപ്പോൾ ആ ഭഗവാന് ഭയം എന്നതിൻ്റെ ആവശ്യമില്ല. സദാസമയത്ത് സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആനന്ദസ്വരൂപനായിട്ട്. അങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തിൽ ഭഗവാൻ ഈ പലതായിട്ടും ഇരിക്കുമ്പോൾ ഈ വ്യഷ്ടികൾ, പല ജീവജാലങ്ങൾ, ബ്രഹ്മാംശാനാണ് ഒക്കെ, ആ ജീവജാലങ്ങൾ ഈ ശരീരത്തിലേക്ക് കയറിയിട്ട് അവർക്ക് മരണഭയത്തെ ഭഗവാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഭഗവാൻ തന്നെയാണത്. ആ ഭഗവാന് ഭയമില്ല. പക്ഷേ എങ്കിലും ഈ മായയാൽ മറയ്ക്കപ്പെട്ട ജീവൻ ദേഹിയായിട്ട് മാറുമ്പോൾ ആ ദേഹിക്ക്, ഈ ജീവജാലങ്ങൾക്ക് മരണഭയത്തെ ഭഗവാൻ ഉണ്ടാക്കുന്നു. രാജാവിനും സിംഹത്തിനും മരണഭയം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഈശ്വരന് ആ ഭയമില്ല. ഇങ്ങനെ മരണശീലമുള്ള, അതിൻ്റെ പിൻബലം ആയിട്ടുള്ളത്, വാസനാബലമായിട്ടുള്ളത് കർമ്മഫലമാണ്. കർമ്മവും കർമ്മഫലവും, കാമവും കാമബാക്കിയും കർമ്മബാക്കിയും. അതുകൊണ്ട് അതിനെ ഭഗവാൻ അതിക്രമിച്ചു. പക്ഷേ ഈ ജീവജാലങ്ങൾക്ക് അതിക്രമിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ പൂർണ്ണമായിട്ടും ഇനി ഇല്ല, ഇനിയൊന്നും ബാക്കി ശേഷിപ്പില്ല എന്ന രീതിയിൽ മറികടക്കാൻ സാധിക്കും. അങ്ങനെ നാരദ ബ്രഹ്മാവ് പറയാണ്, ഈ മഹാപുരുഷന്റെ
മാഹാത്മ്യം ഇത്രയാണ് എന്നുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? അറിയാൻ സാധിക്കുമോ? ഭഗവാൻ ബ്രഹ്മാവ് ഒരിക്കൽ പറയുണ്ടായി, നാരദ, അങ്ങയ്ക്കും കപില മഹർഷിക്കും മഹാദേവനും മാത്രമേ ഭഗവാനെ അറിയുള്ളൂ എന്ന്. പക്ഷേ ഭഗവാൻ എന്നെ അറിയുക എന്നത് ആരാലും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിനെ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു. ആർക്കും ഭഗവാനെ അറിയാൻ സാധിക്കില്ല. ആ ഭഗവാൻ അമൃതസ്യ, മൃതി എന്നുള്ളത്, മരണം എന്നുള്ളത് ഇല്ലാത്ത ഒരു ഭാവമാണ്. അമൃതസ്യ സഹ, അങ്ങനെയുള്ള ഭാവമാണ്. ആ ഭഗവാന് മരണം എന്നുള്ളത് ഇല്ല. അതുപോലെ മരണസ്യ ഭയം, അല്ലെങ്കിൽ ഈ അമൃതസ്യ അഭയം. അപ്പം ഈ ഒരു അഭയഭാവമാണ് സദാസമയത്തും ഭഗവാനിൽ നിന്നും പുറത്തു വരിക. ഈശഹ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. സഹ, ആ ഭഗവാൻ അമൃതസ്യ, മരണം എന്നുള്ളതില്ല. അതേപോലെ അഭയം, സദാസമയത്തും അഭയത്തെ കൊടുക്കണം. ഈശഭാവമുണ്ട്, നിയന്ത്രിക്കുക എന്ന ഭാവം. അതേപോലെ മർത്യം, ഈ മരണശീലമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, സത്യം പറഞ്ഞാൽ മർത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല, മരണശീലമുള്ളവെന്നാ. അപ്പോൾ തിര്യജാതികളും പ്രാണിവർഗ്ഗങ്ങളും ഒക്കെ മർത്യരാ. അത് പറഞ്ഞാൽ പാക ലഹളയും. അപ്പോൾ അതുകൊണ്ടാണ് പറയണില്ല. നമുക്ക് അർത്ഥം അറിയാത്തതുകൊണ്ടേ വലിയ പ്രശ്നമാണ്. അപ്പോൾ മർത്യം, അന്നം, അവിടെ ആഹാരം എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് അന്നം, അമൃത് ഇത് തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും അന്നമല്ല. ഇപ്പോൾ മാനിനെ തിന്നുന്ന സിംഹത്തിന് അതാണ് അന്നം. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അന്നം ഏത് അത്യഗാത്, അവിടെ അതിൻ്റെയും അപ്പുറത്ത്. അഗാധ് എന്ന് പറഞ്ഞാൽ തന്നെ കടക്കുക, അത്യഗാധ് ശരിക്കും മറികടക്കുക. അഗാധ് എന്ന് പറഞ്ഞാൽ തന്നെ യാത്രയായി എന്നാണ്, അല്ലെങ്കിൽ കടന്നു എന്നാണ്. അപ്പോൾ അത്യഗാധ് ശരിക്കും മറികടക്കുക, അങ്ങനെ ഒരു ഭാവത്തിൽ, അതിൻ്റെ അതീതമാകുക എന്ന ഭാവത്തിൽ ഈ ഭയമില്ല, യാതൊന്നുമില്ല. അതാണ് അങ്ങനെ. അത്യഗാധ് മഹിമ ഏഷ മഹിമ, ഈ ഭഗവാന്റെ മാഹാത്മ്യം, മഹിമ ഇത്രയാണ് എന്ന്. തതഹ, അതിനുശേഷം ബ്രഹ്മൻ, അവിടെ ബ്രഹ്മൻ ഉദ്ദേശിച്ചത് ഈ നാരദനെയാണ്. അല്ലയോ ബ്രഹ്മൻ എന്ന് വിശേഷിച്ചത് സ്വതേ ബ്രഹ്മാവ്. പക്ഷേ ഇവിടെ ബ്രഹ്മാവ് ഈ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത് മുഴുവൻ അറിവിനെയും ഈ നാരദന് ഭഗവാനാൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവസ്ഥയിലാണ് സ്വതേ ഈ നാരദനുള്ളത്. നമുക്ക് നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേഷക അല്ലെങ്കിൽ രേഷണിക്കാരൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്നല്ല. നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമത്തിലാണ്. ബ്രഹ്മാവ് പോലും ഈ നാരദനെ വിളിക്കുന്നത് ബ്രഹ്മൻ എന്നാണ്. ത്വത്തുല്യം, അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ തുല്യം അങ്ങനെ കണക്കാക്കാം. അതുമല്ല എന്നർത്ഥം, അതിൻ്റെ മീതിയാണ്. അപ്പം അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട് നാരദന്. നാരദം പരമാത്മകം ഇതി എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതാണ്. ഇതെല്ലാവർക്കും സാധിക്കില്ല. നാരദനോ മഹാദേവനോ കപിലമൂർത്തിക്കോ തന്നെ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവർക്ക് 3 പേർക്കും ഭഗവാനെ അറിയാമെന്ന് പറഞ്ഞത്. എനിക്കറിയില്ല എന്ന് ബ്രഹ്മാവ് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. അറിയുമെന്ന് ഭഗവാൻ ഈ ചതുശ്ലോകീയ ഭാഗവത്തിൽ 7 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നെ അറിയാൻ വിഷമമാണ് അങ്ങക്ക്, എങ്കിലും ഞാൻ എന്നെ അറിയാനുള്ള എല്ലാം തരുന്നു, എന്നെ അങ്ങ് അറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിദിതോസി എന്ന് ഭഗവാൻ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അറിയില്ല അങ്ങേക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ജ്ഞാതോസി എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് എനിക്ക് അങ്ങേ അറിയാൻ സാധിക്കില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായി എന്നാ. അപ്പോൾ അതാണ് ബ്രഹ്മാവ്. പക്ഷേ ഇവിടെ ബ്രഹ്മൻ എന്നാ സംഭവത്തിന് വ്യത്യാസം ഉണ്ടെന്നർത്ഥം. അപ്പോൾ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയ, ഈ മഹാപുരുഷൻ്റെ നമുക്ക് ഇത്ര എന്ന് കണക്കാക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ഭാവത്തെയാണ് ഈ ദുരത്യയം എന്ന് പറയാം. നമുക്ക് ഇപ്പോൾ ഒരു ടാർജറ്റ് ഇടാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നീന്തൽ ആണെങ്കിൽ, കടലിൽ നീന്തുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ നീന്താൻ പറ്റും? ഒരു കടലിടുക്ക് ഒക്കെ നീന്തി പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് എന്തെല്ലാം പ്രൊട്ടക്ഷൻ വേണം? അഥവാ അയാൾ മുങ്ങിച്ചാൽ രക്ഷിക്കാനുള്ള ബോട്ടടക്കം ഒപ്പം ഉണ്ടാവും. അതേപോലെ രക്ഷകാസ്ഥാനത്ത് ഭഗവാൻ ഉണ്ടെങ്കിലും
ഇത് ഒരു കടൽ തീരം അല്ലെങ്കിൽ ഒരു കടലിടുക്ക് എന്നുള്ളത് ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 30 കിലോമീറ്റർ ആണ് എന്ന് കൂട്ടുക, അല്ലെങ്കിൽ 100 കിലോമീറ്റർ എന്ന് കൂട്ടുക. ഒരു 1000 കിലോമീറ്റർ കിടക്കണ വെച്ചാൽ എന്ത് ചെയ്യും? നീന്തിയിട്ട് അപ്പോൾ പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും, അത് വെള്ളം കുടിക്കാൻ പറ്റില്ല, മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിശ്രമമൊക്കെ വേണം. അപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ദുരത്യയം ആണ് ഈ ഭഗവാന്റെ കഴിവുകളെന്നോ ഭഗവാന്റെ പ്രഭാവമെന്നോ അല്ലെങ്കിൽ ഭഗവത്വമെന്നോ അതൊക്കെ പറയാം. അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. അത് മറികടന്നാലാണ് ഈ ഭഗവാനെ പ്രമേയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഭഗവാൻ അമേയം തന്നെയാണെന്നർത്ഥം. അപ്പോൾ ഈ ഭഗവാന്റെ ഈ അതിഭാവുകത്തെ അല്ലെങ്കിൽ അതിപ്രഭാവത്തെ, അപ്രമേയ ഭാവത്തെ ഭഗവാൻ ഇത്ര എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് പറയാൻ ഇവിടെ ബ്രഹ്മൻ എന്ന് വിളിച്ചുകൊണ്ട് ആ നാരദൻ ഏറ്റവും ജ്ഞാനമുള്ള ആളാണ്, എങ്കിലും ഇത് പറ്റില്ല കേട്ടോ എന്നാണ്, ഭഗവാനെ അറിയാൻ പറ്റില്ല കേട്ടോ എന്നാണ്. സഹ അമൃതസ്യ അഭയസ്യ ഈശഃ മർത്യം അന്നം യത് അത്യഗാത് മഹിമ ഏഷ തതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയാം. അപ്പോൾ ബ്രഹ്മാവിന് ഇതൊക്കെ അറിയാം, നാരദനും ഇതൊക്കെ അറിയും. എന്നിട്ടും അവർ തമ്മിലുള്ള ചർച്ചയിൽ പറയുകയാണ്, നമുക്ക് ആ ഭഗവാനെ അറിയാൻ സാധിക്കില്ലല്ലോ. അതിന് ഭഗവാൻ ബ്രഹ്മാവ് പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങയ്ക്ക് ഇത് അറിയാൻ സാധിക്കില്ല, അങ്ങയ്ക്കും ഇത് അറിയാൻ സാധിക്കില്ല. പുത്രനാണ്, അതുകൊണ്ട് കാര്യമില്ല. അപ്പം ഇത്രയും കൂടുതൽ ഈ ഭയമില്ലാതെ കണ്ട് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ അനവധി കർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പൂജ, യാഗ, യജ്ഞ, ഹോമ, വ്രത, ദാന, ക്ഷേത്ര ദർശന, പ്രദക്ഷിണ, നമസ്കാര, എഴുത്ത്, അങ്ങനെയില്ല എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് വെച്ചാൽ ശരിയാ സേവനങ്ങളായിട്ടേ. അപ്പോൾ അതൊക്കെ സദേ ഭഗവാന്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. എന്നിട്ടും ഭഗവാൻ നമുക്ക് ദുഃഖം തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വിചാരിക്കും ഭഗവാൻ എന്താ ഈ ഇതൊന്നും കാണാത്തതെന്ന്. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. ഇതിൻ്റെ മുന്നത്തെ ജന്മത്തിൽ നമ്മൾ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ശിക്ഷയൊന്നും ഇവിടെ ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അത് നമ്മളൊന്ന് എത്തുമ്പോഴാണ് അയ്യോ ഭഗവാനെ അതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ, ആ ഭാണ്ഡേക്കട്ടെ, ഇപ്പം ഞാൻ ചെയ്തതൊക്കെ അങ്ങോട്ട് സ്വീകരിച്ചോളൂ, അതുകൊണ്ട് വേണമെച്ചാൽ അവിടെ ഒരു കമ്പിവേലി ഒക്കെ കെട്ടിയിട്ടോളൂ, അത്രേ നമുക്ക് പറയാൻ പറ്റൂ എന്ന് സാരം. അപ്പം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഭഗവാന് ഭയമില്ല എന്ന് പറയാനുള്ള കാരണം. ഈ ചെയ്യുമ്പോൾ ഭഗവാന് ഭയമില്ല, ഭഗവാന് രണ്ടെന്നുള്ള തോന്നലില്ല, നമ്മെ ദുഃഖിപ്പിക്കണമെന്ന് ഭഗവാന് ആ താല്പര്യമില്ല. നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ഇപ്പോഴും അറിഞ്ഞും അറിയാതെ കൊണ്ട് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ നമ്മൾ വളരെ സാത്വികനാണ്, പക്ഷേ പറഞ്ഞൊരു കാര്യമില്ല. നമ്മളറിയാതെ കൊണ്ട് പല ക്രൂരകൃത്യങ്ങളും മറ്റുള്ളവർക്ക് ക്രൗര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നാണ്, നമ്മൾ ചെയ്തിട്ടല്ല. നമ്മളിങ്ങനെ നടന്നു പോവുക, പ്രാണിവർഗ്ഗങ്ങൾ കാലിൻ്റെ അടിയിൽ പെട്ടുവെച്ചാൽ അത് മരിച്ചു പോയിണ്ടാവും. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു ക്രൂരൻ ഭാഗവതനാത്രേ എന്ന് അവർ പറയും. നമ്മൾ അറിഞ്ഞിട്ട് കൂടിയില്ല. പക്ഷേ ഭഗവാന്റെ കണക്ക് പുസ്തകത്തിൽ ആ ചിത്രം അവിടെ വരച്ചു. ഈ ജീവി ഇന്ന സമയത്ത് ഇടത്തെ കാലമുണ്ട് വലത്തെ കാലമുണ്ട് ചവിട്ടി മരിക്കപ്പെട്ടു, ഇതിൻ്റെ ശിക്ഷയുണ്ട്. നമ്മളറിയോ? നമ്മൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ശിക്ഷ ഉണ്ടേ, അവിടെ കുഴപ്പം. അപ്പോൾ സർവാപരാധം ക്ഷമസ്വ, സർവാപരാധം ക്ഷമസ്വ, സർവാപരാധം ക്ഷമസ്വ, സർവാപരാധം ക്ഷമസ്വ, ഭഗവാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സോമൃതസ്യ അഭയസ്യേഷോ മർത്യമന്നം യദത്യകാൽ മഹിമൈഷ തതോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യയാം. ഇങ്ങനെ 17, 18, 2 ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു. രണ്ടാമത്തെ അധ്യായത്തിൽ 6ാമത്തെ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ. ശ്രീഹരിനാരായണ.